ഹായ്, 2ാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമുക്ക് ഇപ്രാവശ്യം എന്താണ് പുതിയ ടെക്സ്റ്റ് ബുക്കാണല്ലേ. കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കായിരുന്നല്ലേ കിട്ടിയിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് എന്താണ് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ യൂണിറ്റായി നോക്കിയാലോ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഓക്കെ, ആൻ അംബർല ഫോർ ഓൾ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ് കൂട്ടുകാരെ? യെസ്, ആൻ അംബർല ഫോർ ഓൾ. അംബർല എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാമല്ലേ എന്താണ്? യെസ്, കുട. ദെൻ ആൻ അംബർല ഫോർ ഓൾ എന്ന് പറഞ്ഞാൽ യെസ്, എല്ലാവർക്കും കൂടി ഒരു കുട എന്നല്ലേ. ഓക്കെ, നോക്കൂ കൂട്ടുകാരെ, നമുക്കിവിടെ ഒരു മനോഹരമായൊരു ചിത്രം നൽകിയിട്ടുണ്ടല്ലേ. എന്തിൻ്റെ ചിത്രമാണ്? ആരൊക്കെയാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? യെസ്, ഒരു മഷ്റൂം ഉണ്ട്. ആ മഷ്റൂമിൻ്റെ മുകളിലായിട്ട് ആരാണ് ഇരിക്കുന്നത്? അതെ, ഫ്രോഗ് ആണല്ലേ. ആരാണ്? ഫ്രോഗ് ഉണ്ട്. ദെൻ എന്താണ്? ബട്ടർഫ്ലൈനെ കാണാനുണ്ടല്ലേ. ദെൻ നോക്കൂ, മൗസ് ഉണ്ട്. ദെൻ ആരാണ് കൂട്ടുകാരെ? ആൻഡ് ആണല്ലേ. ദെൻ റാബിറ്റ് അല്ലേ, റാബിറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ബേർഡും ഉണ്ടല്ലോ, ഒരു പക്ഷിയുടെ ചിത്രവും നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഈ സ്റ്റോറി വായിച്ച് നോക്കാമല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ്. നമുക്ക് വായിക്കാം. എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. എന്താണ് കൂട്ടുകാരെ പറയുന്നത്? ഒരു കുഞ്ഞുറുമ്പല്ലേ. ആൻഡ് എന്ന് പറഞ്ഞാൽ ഉറുമ്പ് അല്ലേ. വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. അവ എന്ത് ചെയ്യായിരുന്നു? ഒരു കുഞ്ഞുറുമ്പ് അതിൻ്റെ ഭക്ഷണം അന്വേഷിക്കുകയായിരുന്നു. സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിൻ. എന്താണ്? മഴ പെയ്യാൻ തുടങ്ങി. ഐ ആം ഓൾ വെറ്റ്, വേർ ഷാൽ ഐ ഫൈൻഡ് ഷെൽട്ടർ. അപ്പം ആൻഡ് പറയാണ്, നമ്മുടെ കുഞ്ഞുറുമ്പ് പറയാണ്, ഐ ആം ഓൾ വെറ്റ്, ഞാൻ ആകെ നനഞ്ഞു. വേർ ഷാൽ ഐ ഫൈൻഡ് ഷെൽട്ടർ, ഞാൻ എവിടെയാണ് ഒരു ഷെൽട്ടർ കണ്ടെത്തുക എന്ന് അവ ചോദിക്കുകയാണല്ലേ. ദ ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. എന്ത് ചെയ്യാണ്? ഈ ഉറുമ്പ് എന്ത് ചെയ്യാണ്? ചുറ്റും നോക്കി. അതിനൊരു ഷെൽട്ടർ വേണമല്ലേ. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അഭയമല്ലേ. അതായത് ഈ മഴ കൊള്ളാതിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം വേണ്ടേ. ആ സ്ഥലം നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുറുമ്പ് എന്ത് ചെയ്യാണ്? ചുറ്റും നോക്കി. വേർ വിൽ ദ ആൻഡ് ഗെറ്റ് ഷെൽട്ടർ. എവിടെയായിരിക്കും ആനിന് ഷെൽട്ടർ കിട്ടിയിട്ടുണ്ടാവുക? ഓക്കെ, നമുക്ക് നോക്കാം. ആൻഡിൻ്റെ ചിത്രം ഇവിടെ യെസ്, മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ ആൻഡ് ആകെ നനയുകയാണല്ലേ. അപ്പോൾ വിഷമിച്ചിരിക്കുന്ന ആൻഡിൻ്റെ ചിത്രമാണ് നമുക്കിവിടെ നൽകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ദ ആൻഡ് സോ എ ടൈനി മഷ്റൂം. അപ്പോൾ ആൻഡ് എന്താ കാണുന്നത്? ഒരു ടൈനി മഷ്റൂം കാണുന്നുണ്ട് അല്ലേ. ടൈനി സ്മോൾ അല്ലേ. മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കൂൺ. മഷ്റൂം എന്താണ്? കൂണല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ചെറിയ ക്ലാസ്സുകളിൽ. LKG UKG കൂട്ടുകാർ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂൺ. ഹി റാൻ ടുവേഴ്സ് ദ മഷ്റൂം. അവൻ എന്ത് ചെയ്യാണ്? ടുവേഴ്സ് ദ മഷ്റൂം. മഷ്റൂമിനെ അടുത്തേക്ക് ഓടി. ഇറ്റ് വാസ് റെഡ് ഇൻ കളർ. അതിൻ്റെ കളർ എന്തായിരുന്നു? യെസ്, റെഡ് കളറായിരുന്നല്ലേ. ഇറ്റ് വാസ് റെഡ് ഇൻ കളർ. അതിന് ചുവപ്പ് നിറമായിരുന്നു. ദർ വേർ യെല്ലോ സ്പോട്ട്സ് ഓൺ ഇറ്റ്. അതിൽ എന്തുണ്ടായിരുന്നു? യെല്ലോ സ്പോട്ട്സ്. സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ യെസ്, കുത്തുകളല്ലേ. ഇവിടെ നോക്കൂ. യെസ്, മഷ്റൂമിൻ്റെ കളർ എന്താണ്? യെസ്, മഷ്റൂമിൻ്റെ കളർ എന്താ കൂട്ടുകാരെ? യെസ്, റെഡ് ആണല്ലേ. അതിൽ എന്തുണ്ട്? അതേപോലെ യെല്ലോ സ്പോട്ട്സും കാണാനുണ്ടല്ലേ. അതായത് കുത്തുകളും കാണാനുണ്ട്. ഓക്കെ, ദെൻ ഐ ഷാൽ മേക്ക് ഇറ്റ് ആൻ അംബർല. അപ്പോൾ എന്താ പറയുന്നത്? ഉറുമ്പ് പറയുകയാണ്, ഞാനിതിന് അംബർല ആക്കിക്കോളാം എന്ന് പറയുകയാണല്ലേ. ദ ആൻഡ് സാറ്റ് അണ്ടർ ഇറ്റ്. ആൻഡ് എന്ത് ചെയ്യാണ്? അവിടെ അതിന് താഴെയായിട്ട് ഇരുന്നു. സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? സിറ്റ്. യെസ്, സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. ഓക്കെ, സിറ്റ് എന്താണ്? ഇരിക്കുക. അപ്പോൾ ഈ സിറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? യെസ്, സാറ്റ് അല്ലേ. സിറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് സാറ്റ്. ഓക്കെ, സാറ്റ് എന്താണ്? സാറ്റ് മീൻസ് ഇരുന്നു. ഓക്കെ, ഇരുന്നു. സാറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നു. അതായത് ഇവിടെ ഉറുമ്പ് അതിന് താഴെ ഇരുന്നു. മഷ്റൂമിന് താഴെ ഇരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ മഷ്റൂം ഈസ് ആൻ അംബർല ഫോർ ദ ആൻഡ്. വൈ? മഷ്റൂം എന്തായിരുന്നു? ആൻഡിനുള്ളൊരു കുടയായി മാറിയല്ലേ. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? മഷ്റൂമിന് താഴെ ഇരുന്ന് നോക്കുമ്പോൾ എന്താണ്? ഉറുമ്പിന് മഴ കൊണ്ടോ? ഇല്ല. കുടയുടെ ഉപയോഗം എന്താണ്? തന്നെയല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്.
എ ബട്ടർഫ്ലൈ സ്ലോലി കെയിം നിയർ ദ മഷ്റൂം. ഒരു ബട്ടർഫ്ലൈ എന്താണ് ആ മഷ്റൂമിൻ്റെ അടുത്തേക്ക് പതുക്കെ വന്നു. സ്ലോലി കെയിം അല്ലേ, പതുക്കെ വന്നു. ഐ ആം സോ വെറ്റ്, ഐ കാൺട്ട് ഫ്ലൈ, പ്ലീസ് ലെറ്റ് മീ ഇൻ. അതെന്താ പറയുന്നത്? ഐ ആം സോ വെറ്റ്, ഞാൻ ആകെ നനഞ്ഞിരിക്കുന്നു. ഐ കാൺട്ട് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല. പ്ലീസ് ലെറ്റ് മീ ഇൻ, എന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റു എന്ന് ചോദിക്കുകയാണല്ലേ. ഹൗ ക്യാൻ ഐ ലെറ്റ് യു ഇൻ, ദർ ഇസ് നോ സ്പേസ് ഫോർ യു, സെഡ് ദ ആൻഡ്. അപ്പോൾ ആൻഡ് എന്താ കൂട്ടുകാരെ പറയുന്നത് നോക്കൂ. ഹൗ ക്യാൻ ഐ ലെറ്റ് യു ഇൻ, ഞാൻ നിന്നെ എങ്ങനെ അകത്തേക്ക് കടത്തും. ദർ ഇസ് നോ സ്പേസ് ഫോർ യു, സ്പേസ് എന്ന് പറഞ്ഞ സ്ഥലം അല്ലേ. സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, സ്ഥലം. അതായത് അവിടെ എന്താണ് സ്പേസ് ഇല്ല എന്ന് പറയുകയാണ്. അതായത് നിനക്ക് കയറാനുള്ളൊരു സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ ഇല്ല എന്ന് പറയുകയാണ്. സെഡ് ദ ആൻഡ് പറഞ്ഞു. പ്ലീസ് ഐ ഷാൽ സിറ്റ് ക്ലോസ് ടു യു, ദ ബട്ടർഫ്ലൈ സെഡ്. പ്ലീസ്, പ്ലീസ് ഐ ഷാൽ സിറ്റ് ക്ലോസ് ടു യു, ഞാൻ എന്ത് ചെയ്യാം നിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോളാമെന്ന് ആര് പറയുകയാണ്? യെസ്, ദ ബട്ടർഫ്ലൈ സെഡ്. ബട്ടർഫ്ലൈ പറഞ്ഞു. ഓക്കെ, ദ ആൻഡ് എഗ്രീഡ്. ആൻഡ് എന്ത് ചെയ്തു? സമ്മതിച്ചല്ലേ. എഗ്രീഡ് മീൻസ് സമ്മതിച്ചു. എഗ്രീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മതിച്ചു. ദ ബട്ടർഫ്ലൈ ഗോട്ട് ഇൻ. അപ്പോൾ ബട്ടർഫ്ലൈ എന്ത് ചെയ്യാണ്? അകത്തേക്ക് കയറി. Okay, then can the butterfly sit under the mushroom? Will there be space for the two? അപ്പോൾ എന്താണ്? ബട്ടർഫ്ലൈക്ക് മഷ്റൂമിൻ്റെ അടിയിൽ ഇരിക്കാൻ സാധിക്കുമോ? സാധിക്കുമല്ലേ. വിൽ ദർ ബി സ്പേസ് ഫോർ ദ ടു? അവർക്ക് 2 പേർക്കുള്ള സ്പേസ് അവിടെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ നിങ്ങൾ. യെസ്, ഈ മഷ്റൂമിൻ്റെ ചുവട്ടിലായിട്ട് ഒരു ബട്ടർഫ്ലൈക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഇല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താ സംഭവിച്ചെന്ന് നോക്കാം നമുക്ക്. സ്ക്വീക്ക് സ്ക്വീക്ക് എ മൗസ് കെയിം ദ റണ്ണിങ്. അപ്പോൾ അവിടേക്ക് ആരും കൂടിയ കൂട്ടുകാരനി വരുന്നത്? സ്ക്വീക്ക് സ്ക്വീക്ക് സ്ക്വീക്ക്. ഇതാരുടെ സൗണ്ടാണ്? യെസ്, മൗസ് അല്ലേ. യെസ്, എ മൗസ് കെയിം ദ റണ്ണിങ്. അവിടേക്ക് ഓടിക്കൊണ്ട് ആര് വന്നു? യെസ്, ഒരു മൗസ്, ഒരു എലി വന്നു. ഫ്രണ്ട്സ് ലെറ്റ് മീ ഇൻ, ഐ ആം വെറ്റ് ഓൾ ഓവർ. അപ്പോൾ അവനെന്താ പറയണത്? ഫ്രണ്ട്സ് ലെറ്റ് മീ ഇൻ, ഞാൻ അകത്തേക്ക് വരട്ടെ. ഐ ആം വെറ്റ് ഓൾ ഓവർ, നാകെ നനഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ഹൗ ക്യാൻ ഐ ബി ലെറ്റ് യു ഇൻ, ഞങ്ങൾ നിങ്ങളെ എങ്ങനെ അകത്തേക്ക് കടത്തുമെന്നാണ് ചോദിക്കുന്നത്. ദർ ഇസ് നോ റൂം ഹിയർ, ഇവിടെ റൂം ഇല്ല എന്ന് പറയുകയാണ് അല്ലേ. റൂം എന്നിവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്പേസ്, അതായത് ഇവിടെ സ്ഥലമില്ല എന്ന് പറയുകയാണ്. ദ ബട്ടർഫ്ലൈ സെഡ്. ബട്ടർഫ്ലൈ പറഞ്ഞു. പ്ലീസ് ഗീവ് മീ സം സ്പേസ്, ദ മൗസ് ക്രൈഡ്. മൗസ് എന്താ കൂട്ടുകാരെ? യെസ്, മൗസ് ക്രൈഡ്. ക്രൈഡ് അല്ലേ, അതായത് കരഞ്ഞു. ക്രൈഡ് മീൻസ് എന്താണ്? ക്രൈഡ് എന്ന് പറഞ്ഞാൽ യെസ്, കരഞ്ഞു. അപ്പം മൗസ് എന്താണ്? അങ്ങനെ പറയണല്ലേ. പ്ലീസ് ഗീവ് മീ സം സ്പേസ്, എനിക്കും കുറച്ച് സ്ഥലം തരുമോ ചോദിച്ചു പറഞ്ഞുകൊണ്ട് മൗസ് കരഞ്ഞു. ദ ആൻഡ് ദ ബട്ടർഫ്ലൈ സാറ്റ് ക്ലോസർ, ദ മൗസ് ആൾസോ ഗോട്ട് ഇൻ. അപ്പം എന്ത് ചെയ്യാണ്? ആൻഡും ബട്ടർഫ്ലൈയും ഇങ്ങനെയാണ് ഇരുന്നത്. യെസ്, സാറ്റ് ക്ലോസർ, ക്ലോസ് ആയിട്ട് ഇരുന്നു. ദ മൗസ് ഓൾസോ ഗോട്ട് ഇൻ. അങ്ങനെ എന്താണ്? മൗസും അകത്തേക്ക് കയറിയല്ലേ. ഓക്കെ, വിൽ ദ റെയിൻ സ്റ്റോപ്പ്? മഴ മാറിയോ? ക്യാൻ ദേ ഗോ ഹോം? അവർ വീട്ടിലേക്ക് പോയോ? എന്താണ് നെക്സ്റ്റ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജ് നമുക്ക് നോക്കാം. എ ലിറ്റിൽ സ്പാരോ ഹോപ്പ്ഡ് അപ് ടു ദ മഷ്റൂം. പിന്നെ അങ്ങോട്ടേക്ക് ആരാ വരുന്നത്? ഒരു ലിറ്റിൽ സ്പാരോ, ഒരു കുഞ്ഞു കുരുവി അങ്ങോട്ടേക്ക് വരികയാണ്. എങ്ങനെയാണ്? ഹോപ്പ് ചെയ്തിട്ടില്ലേ, ചാടി ചാടി മഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നു. ഐ ആം സോ ടയേർഡ്, ക്യാൻ ഐ സിറ്റ് വിത്ത് യു? ഞാൻ വളരെയധികം ടയേർഡാണ്, ഞാൻ നിങ്ങളോടൊപ്പം ഇരുന്നോട്ടെ എന്ന് ചോദിക്കുകയാണല്ലേ. ദ സ്പാരോ ക്രൈഡ് അലൗഡ്. സ്പാരോ എന്താ ഉണ്ടായത് കൂട്ടുകാരെ? യെസ്, ക്രൈഡ് അലൗഡ്, ഉറക്കെ കരഞ്ഞു അല്ലേ. ബട്ട് ദർ ഇസ് നോ റൂം ഹിയർ, ദ മൗസ് സെഡ്. അപ്പം മൗസ് എന്താ പറയുന്നത്? ബട്ട് ദർ ഇസ് നോ റൂം ഹിയർ, അവിടെ സ്ഥലമൊന്നും ഇല്ല എന്ന് പറയുകയാണല്ലേ. പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ, ദ സ്പാരോ പ്ലീഡഡ്. എന്താണ്? പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ, കുറച്ചൊന്ന് മൂവ് ചെയ്യുമെന്ന് ചോദിക്കുകയാണല്ലേ. ദ സ്പാരോ പ്ലീഡഡ്. പ്ലീഡഡ് മീൻസ് റിക്വസ്റ്റഡ്. അതായത് പ്ലീഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, റിക്വസ്റ്റ് ചെയ്യാണ്, അപേക്ഷിക്കുകയാണല്ലേ. പ്ലീഡഡ് മീൻസ് റിക്വസ്റ്റഡ്, അതായത് അപേക്ഷിച്ചു. സ്പാരോ അവരോട് അപേക്ഷിച്ച് പറയുകയാണല്ലേ. ദേ മൂവ് ഓവർ ആൻഡ് ദർ വാസ് സ്പേസ് ഇനഫ് ഫോർ ദ സ്പാരോ. അവരൊന്ന് നീ നോക്കുമ്പോൾ ആർക്കും കൂടിയുള്ള സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. യെസ്, സ്പാരോയ്ക്കും കൂടിയുള്ള സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. വൈ വാസ് ദ റാബിറ്റ് ക്രൈയിങ്? എന്തിനാണ് റാബിറ്റ് കരയുന്നതെന്ന് നോക്കാമല്ലേ. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ആ റാബിറ്റ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. മഷ്റൂമിൻ്റെ അടുത്തേക്ക് ആരും കൂടി വരികയാണ്. ഒരു റാബിറ്റ് അല്ലേ. സേവ് മീ പ്ലീസ്, ഹി ക്രൈഡ്. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആര് വരികയാണ്? യെസ്, റാബിറ്റ് അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടുവന്നു. ഹൈഡ് മീ, എന്നെ ഒളിപ്പിക്കൂ. ഹൈഡ് മീൻസ്
ഒളിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഓ ഹൈഡ് മീ, എന്നെ ഒന്ന് ഒളിപ്പിക്കൂ. എ ഫോക്സ് ഈസ് ചേസിങ് മീ. ചേസ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? പിന്തുടരല്ലേ. ആ ഒരു ഫോക്സ് എന്താണ്? എന്നെ പിന്തുടർന്നുകൊണ്ട് വരുന്നുണ്ടെന്ന് പറയാണ്. എ ഫോക്സ് ഈസ് ചേസിങ് മീ. ദ റാബിറ്റ് വാസ് ഷിവറിങ് വിത്ത് ഫിയർ. റാബിറ്റ് എന്താണ്? പേടി കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഫിയർ മീൻസ് ഭയം അല്ലേ. ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയം. പൂവർ റാബിറ്റ് സെഡ് ദ ബട്ടർഫ്ലൈ. അപ്പം എന്താ പറയുന്നത്? ബട്ടർഫ്ലൈ പറയാണ് പൂവർ റാബിറ്റ്, പാവം മുയല്. ലെറ്റ്സ് മൂവ് എ ലിറ്റിൽ മോർ ആൻഡ് ടേക്ക് ഹിം ഇൻ സെഡ് ദ ആൻഡ്. അപ്പം എന്താ പറയുക? നമുക്ക് കുറച്ച് നീങ്ങാം അല്ലേ, കുറച്ച് മൂവ് ചെയ്യാം. ആൻഡ് ടേക്ക് ഹിം, അവനെ അകത്തേക്ക് കടത്താമെന്ന് പറയാണ് അല്ലേ. സെഡ് ദ ആൻഡ്, ഉറുമ്പ് പറഞ്ഞു. വിൽ ദ ഫോക്സ് ഫൈൻഡ് ദ റാബിറ്റ്? ഹൗ വിൽ ദേ ഹൈഡ് ദ റാബിറ്റ്? വിൽ ദ ഫോക്സ് ഫൈൻഡ് ദ റാബിറ്റ്? റാബിറ്റ് ആ ഫോക്സിനെ കണ്ടെത്തുമോ? ഹൗ വിൽ ദേ ഹൈഡ് ദ റാബിറ്റ്? അവരെങ്ങനെയാണ് റാബിറ്റിനെ ഹൈഡ് ചെയ്തിട്ടുണ്ടാവുക? ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഫോക്സിന്റെ ചിത്രം നൽകിയിട്ടുണ്ടല്ലേ. ഓക്കെ, ദെൻ എ ഫോക്സ് കെയിം റണ്ണിങ് ദർ. അവിടേക്ക് ആര് വരികയാണ്? ഒരു ഫോക്സ് വന്നല്ലേ. ഹി റൈസ്ഡ് ഹിസ് ഷാർപ്പ് ഇയേഴ്സ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. അവൻ എന്ത് ചെയ്യാണ്? അവൻ്റെ ഷാർപ്പായിട്ടുള്ള കൂർമ്മതയുള്ള അല്ലേ ഇയേഴ്സ് എന്ത് ചെയ്യാണ്? ഇങ്ങനെ കൂർപ്പിച്ചുകൊണ്ട്, ചെവിട് കൂർപ്പിക്കില്ലേ? ചെവിട് കൂർപ്പിച്ചുകൊണ്ട് ലുക്ക്ഡ് അറൗണ്ട്, ചുറ്റും നോക്കി. ദർ ഈസ് എ സ്മെൽ ഓഫ് റാബിറ്റ് അറൗണ്ട്. അവിടെ ചുറ്റുപാടും എന്തുണ്ട്? ഒരു റാബിറ്റിൻ്റെ സ്മെല്ലുണ്ട്, മണമുണ്ട്. ഈസ് ഹി ഹൈഡിങ് ഹിയർ? അവൻ ഇവിടെ ഒളിച്ചിരിക്കുകയാണോ എന്ന് ആര് പറയാണ്? ഫോക്സ് പറയാണല്ലേ. യു സില്ലി ഫോക്സ്, ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം? ആസ് ദ മൗസ്. അപ്പം മൗസ് ചോദിക്കുകയാണ്, യു സില്ലി ഫോക്സ്, നീ ഒരു സില്ലി ഫോക്സ് തന്നെ. ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം? ഒരു മഷ്റൂമിൻ്റെ അടിയിലൊക്കെ എങ്ങനെയാണ് ഒരു റാബിറ്റ് ഒളിച്ചിരിക്കുക എന്ന് ആര് ചോദിച്ചു? യെസ്, മൗസ് ചോദിച്ചു. ദർ ഇസ് നോ സ്പേസ് ഹിയർ, കാൻ യു സീ? അപ്പം മൗസ് ചോദിക്കുകയാണ് ആസ്ക് ദ ആൻഡ്. ആൻഡ് അല്ല ചോദിക്കുന്നത്, ആൻഡ് ചോദിക്കുകയാണ് ദർ ഈസ് നോ സ്പേസ് ഹിയർ, ഇവിടെ സ്ഥലമൊന്നുമില്ല. കാൻ യു സീ? നിങ്ങൾക്ക് കാണാനില്ലേ എന്ന് ചോദിക്കുകയാണല്ലേ. ആൻഡ് ചോദിച്ചു ആസ്ക്ഡ് ദ ആൻഡ്. ദ ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് മോസ് അപ്പ്, പിക്ഡ് ഹിസ് ടെയിൽ ആൻഡ് റാൻ ഓഫ്. അപ്പം എന്താണ്? ഫോക്സ് അവൻ്റെ നോസ് ഇങ്ങനെ മുകളിലേക്ക് നോക്കി തന്നെ എന്ത് ചെയ്യാണ്? യെസ്, ഫ്ലിക്ഡ് ഹിസ് ടെയിൽ ആൻഡ് റാൻ ഓഫ്. അവൻ്റെ വാലാട്ടിക്കൊണ്ട് അങ്ങനെ ഓടിപ്പോയി. വിൽ ദ ഫോക്സ് റിയലി ബിലീവ് ദം? എന്താ അവിടെ ചോദിക്കുന്നത്? ഫോക്സ് ശരിക്കും റിയലി ബിലീവ് ചെയ്യുന്നുണ്ടോ ഇവിടെ? അതായത് ഈ റാബിറ്റ് ഇവിടെ ഇല്ലെന്ന് ബിലീവ് ചെയ്യുന്നുണ്ടോ? വിൽ ഹി കം ബാക്ക്? അവൻ തിരിച്ചു വരുമോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. ദ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിസ് ഫ്രണ്ട്. ആൻഡ് അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ നോക്കി. അറ്റ് ഫസ്റ്റ് ദർ വാസ് എ സ്പേസ് ജസ്റ്റ് ഫോർ മൈസെൽഫ്. ആദ്യം എന്തായിരുന്നു? അവന് മാത്രമുള്ള സ്ഥലമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദെൻ ഓൾ ഓഫ് us could sit under the mushroom. പിന്നെ എന്താണ്? എല്ലാവർക്കും എന്ത് ചെയ്യാൻ സാധിച്ചു? മഷ്റൂമിൻ്റെ അടിയിൽ ഇരിക്കാൻ സാധിച്ചു. ഹൗ വാസ് ദിസ് പോസിബിൾ? ഇത് എങ്ങനെ സാധ്യമായി? ദ ആൻഡ് വാസ് റിയലി കൺഫ്യൂസ്ഡ്. ആൻഡ് എന്താണ്? ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു, ആശയക്കുഴപ്പത്തിലായിരുന്നു. ഹ്വാ ഹ്വാ ഹ്വാ, സംബഡി ലോഫ്ഡ് ലൗഡ്ലി ബിഹൈൻഡ് ദം. അവരുടെ പുറകിൽ ഇരുന്നു കൊണ്ട് ആരാണ്? ഉറക്കെ ആരോ ഇരുന്ന് ചിരിക്കുന്നു. ലാഫ്ഡ് മീൻസ് ചിരിച്ചു. ഓക്കെ, ഹു വാസ് ലാഫിങ് അലൗഡ്? ആരാണ് ഉറക്കെ ചിരിക്കുന്നത്? ആരായിരിക്കും കൂട്ടുകാരെ ഇങ്ങനെ ഉറക്കെ ചിരിക്കുന്നുണ്ടാവുക? യെസ്, നമുക്ക് നോക്കാം. ദേ സോ എ ഫാറ്റ് ഗ്രീൻ ഫ്രോഗ്. അവരെന്താ കണ്ടത്? യെസ്, എ ഫാറ്റ് ഗ്രീൻ ഫ്രോഗ്, ഒരു പച്ചത്തവളയെ കണ്ടു. ഇറ്റ് വാസ് സിറ്റിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മഷ്റൂം. അത് എവിടെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്? മഷ്റൂമിൻ്റെ മുകളിലല്ലേ. അത് മഷ്റൂമിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. വാ ഹ്വാ ഹ ലാഫ്ഡ് ദ ഫ്രോഗ് ഷേക്കിംഗ് ഹിസ് ഹെഡ് അറ്റ് ദം. അവരുടെ നേരെ നോക്കി തല ഇങ്ങനെ കുലുക്കിക്കൊണ്ട് ആര് ചിരിക്കുകയാണ്? യെസ്, ഫ്രോഗ് ചിരിച്ചു. ഡോണ്ട് യു നോ വാട്ട് ഹാപ്പൻസ് ടു എ മഷ്റൂം ഡ്യൂറിങ് റെയിൻ? മഴയുടെ സമയത്ത് മഷ്റൂമിന് എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുകയാണല്ലേ. ആൻഡ് ഹി ഹോപ്ഡ് എവേ സ്റ്റിൽ ലോഫിങ്. അതിങ്ങനെ ചാടി ചാടിയിട്ടല്ലേ തവള പോവുക, അതിനാണ് ഇവിടെ ഹോപ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ചാടി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചാടി ചാടി പോവുകയാണല്ലേ. Okay, നെക്സ്റ്റ് വാട്ട് ഹാപ്പൻ നോക്കാം. The ant, the butterfly, the mouse, the sparrow and the rabbit looked at one another. അപ്പം ബട്ടർഫ്ലൈയും ആൻറ്റും മൗസും സ്പാരോ റാബിറ്റ് അവരെല്ലാവരും കൂടി എന്താണ്? ഓരോരുത്തരും അങ്ങോട്ട് നോക്കുകയാണല്ലേ.
ലുക്ക്ഡ് അറ്റ് വൺ ആൻഡ് അനദർ, അതായത് ഒരാൾ മറ്റൊരാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പരസ്പരം നോക്കുകയാണ്. ദെൻ ദേ ലുക്ക്ഡ് അറ്റ് ദ മഷ്റൂം, ദെൻ അവരെന്ത് ചെയ്യാണ്, മഷ്റൂം നോക്കി. ആൻഡ് സഡൻലി ദേ നോട്ടീസ്ഡ് സംതിങ്, ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്തായിരുന്നു, ഒരു പെട്ടെന്നൊരു കാര്യം കണ്ടു. എന്താണ്, ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്, മഷ്റൂം എന്താണ്, വളർന്നിട്ടുണ്ടായിരുന്നല്ലേ. വാട്ട് ഹാപ്പൻസ് ടു മഷ്റൂം ഡ്യൂറിങ് റെയിൻ, മഴ സമയത്ത് എന്താണ് മഷ്റൂമിന് സംഭവിച്ചത്, യെസ്, അത് വളർന്നു വലുതായല്ലേ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? യെസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്റ്റോറി നന്നായി വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതുപോലെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.